എനിക്ക് തോന്നുന്നു ആ ഒരു കോൺസെപ്റ്റിൽ തന്നെ ഒരുപാട് കൺഫ്യൂഷനുണ്ട്. കാരണം ഒരു പുസ്തകത്തിനെ നമ്മൾ ഒരു സിനിമയിലേക്ക്, ഒരു ലിറ്ററേച്ചറിനെ, സാഹിത്യത്തിനെ സിനിമയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഒരു പരിചയക്കുറവ് കൊണ്ടാണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു അഡാപ്റ്റഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പം എൻ്റർലി ഡിഫറെൻ്റാണ്. ലോക സാഹിത്യങ്ങളൊക്കെയും, പ്രത്യേകിച്ച് ഷേക്സ്പിയറിയൻ സാഹിത്യങ്ങൾ ഒരുപാട്, മാക്ബെത്ത് മുതൽ ഇപ്പം കുറോസവ ത്രോൺ ഓഫ് ബ്ലഡ് എടുക്കുമ്പോൾ അതിൻ്റെ അകത്തെ ക്യാരക്ടറിൽ പോലും ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ടുവരാനുള്ളൊരു സ്വാതന്ത്ര്യം ഈ ചലച്ചിത്രകാരനുണ്ടാവും. അപ്പം എന്തുകൊണ്ടോ അറിയാതെ നിങ്ങൾ വായിച്ച പുസ്തകത്തിലെ ഓരോ ഏടുകളും അങ്ങനെ തന്നെ ഞാൻ എടുത്തു വയ്ക്കണം എന്ന് പറയുമ്പോൾ ഞാൻ വളരെ ചെറുതായി പോകുന്ന പോലെയാണ് തോന്നുന്നത്. കാരണം നിങ്ങൾക്ക് എന്നിലെ ഒരു കഴിഞ്ഞ 7 സിനിമ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ട് എഴുതിയിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ കാണുന്നത്, ഞാൻ ഈ പുസ്തകത്തിനെ സമീപിച്ചപ്പോൾ ബെന്യാമിൻ പറയാത്ത കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ പറയാത്ത ആംഗിളുകൾ എന്തൊക്കെ ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ സമീപിച്ചത്. എന്നാൽ എങ്കിൽ മാത്രമേ അതിനൊരു പുതിയൊരു അനുഭവം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ അതിലെ നിങ്ങളുടെ മനസ്സിലൊരു സിനിമയുണ്ട്, അല്ലെങ്കിൽ ഇത് വായിച്ചിട്ടുള്ള 5-10 ലക്ഷം ആൾക്കാരുടെ മനസ്സിൽ സിനിമയുണ്ട്. ആ മനസ്സിലുള്ള സിനിമ നിങ്ങൾ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ലാഗ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സമയത്തിനനുസരിച്ചായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. അതുതന്നെ നിങ്ങൾ ചെയ്യുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതുമാകും. അതിനപ്പുറമായിട്ടുള്ളൊരു ടെല്ലിങ് എന്ന് പറയുന്നത് അല്പം ദുഷ്കരമാണ്. കാരണം എന്നെക്കാൾ മെച്ചം വേറൊരാൾ ചെയ്യുന്നു നമ്മൾ അംഗീകരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് പ്രയാസം. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു സമീപനം എന്ന് പറയുന്നത് പുതുതായിട്ട് എന്ത് സംസാരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്ത്, ബാക്കിയൊക്കെ കഥയുടെ ഒരാളെ പ്ലേസ് ചെയ്യുന്നതുമായിട്ട്, ഈ അതിജീവനത്തിനായി ഒരാൾ മരുഭൂമിയിലേക്ക് എത്തപ്പെടുന്നു, അയാൾ ചതിക്കപ്പെടുന്നു, അയാളുടെ സാഹചര്യങ്ങൾ മോശമാകുന്നു, അയാൾക്ക് സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും മറ്റു തരത്തിലുള്ള വീടുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വലിയൊരു യാതനയുണ്ട്. ആ യാതന എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു സ്റ്റോറിയുടെ മെയിൻ നറേഷൻ എന്ന് പറയുന്നത്. അവിടെ ഉണ്ടായ ഓരോ ദിവസങ്ങളെന്ന് പറയുന്നത് ചിലപ്പോൾ എഴുതപ്പെടാത്തതും കൂടുതൽ കാര്യങ്ങളാവാം. അപ്പം ഞാൻ ഏറ്റവും ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ബെന്യാമിൻ്റെ പുസ്തകത്തിൽ പോച്ചക്കാരി രമണിയും ശങ്കരാടിയും മോഹൻലാലും EMS എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുകൾ, അദ്ദേഹം പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ പേര് വെച്ച് ആടുകളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നറേറ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഈ നജീബിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മാനസിക നിലയിലേക്ക് പോയാൽ, ആ ഒരു സീൻ കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത സീൻ, ഇതിൻ്റെ ഒരു സിനിമയ്ക്കൊരു തുടർച്ച ആവശ്യമാണ്. ഈ മാല കോർക്കുമ്പം പോലെ തന്നെ പല വലിപ്പത്തിലുള്ള കല്ലുകൾ വെച്ച് നമ്മൾ മാല കോർക്കാറില്ലല്ലോ. അപ്പം അതേസമയം അദ്ദേഹത്തിന് ഒരു ചാപ്റ്ററിൽ ഒതുക്കാം. ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ അടുത്ത ചാപ്റ്റർ ഇതിലും വളരെ തീവ്രമായ അനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുക. പക്ഷേ ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അപ്പോൾ സിനിമയ്ക്ക് അങ്ങനെ കഥ പറയുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു സീനിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്ന ചിലപ്പോൾ അടുത്ത സീനിലേക്കുള്ള യാത്രയിലായിരിക്കും നിങ്ങളുടെ മനസ്സിലൂടെ സഞ്ചരിക്കുന്നത്. അപ്പോൾ ആ സഞ്ചാരം ഉണ്ടായില്ലെങ്കിൽ അത് ഓരോന്നും ഇങ്ങനെ സെപ്പറേറ്റ് കട്ടായിട്ട് നിൽക്കും. അല്ല, ഞാൻ നിങ്ങളോട് ക്ലാസ് എടുക്കുമല്ല അതിനെക്കുറിച്ച്, ഞാൻ എൻ്റെ ഒരു എക്സ്പ്രഷൻ ഞാൻ പറയുമായിരുന്നു. അത് എന്തുകൊണ്ടോ ഇത്തരത്തിലുള്ളൊരു പഠനങ്ങളൊന്നും ഞാൻ വളരെ തയ്യാറാണ്. ഇത് മനസ്സിലാക്കേണ്ട വിദ്യാർത്ഥികളുടെ അടുത്ത് ഞാൻ അനുഭവിച്ചത് എൻ്റെ അതിജീവനം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ പുസ്തകത്തിന് ഒരു സ്ക്രിപ്റ്റ് ആക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചത് കാലഘട്ടമാണ്. ഞാൻ ഏറ്റവും അധികം മരുഭൂമിയിലെ വെയിലിൽ വാടിത്തളർന്ന് ഞാൻ കിടന്നൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. അതിനേക്കാളും ഞാൻ അനുഭവിച്ചിട്ടുള്ളത്, എൻ്റെ ഏകാന്തതയിൽ എങ്ങനെ ഇത് ഈ പറഞ്ഞിട്ട് കുറ്റമറ്റ ഒരു സ്ക്രീൻ പ്ലേ ആക്കുക എന്ന്. കാരണം എനിക്കിതിൻ്റെ റിസർച്ച് ആവശ്യമാണ്. പുസ്തകത്തിൽ അതുപോലെ മനോഹരമായ, ഞാൻ എപ്പോഴും ഓർക്കുകയും എവിടെയും പറയുന്ന ഒരു കാര്യമാണ്, ഒരു വടിയുടെ നിഴൽ പോലും ഇല്ലാത്ത ഇടമെന്ന് പറയുന്നത്. ഭയങ്കര രസകരമായ ഒരു ഭാഷയുടെ അതുണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ചൂടും പൊള്ളലും ഒക്കെ ശരിയാണ്. പക്ഷേ അങ്ങനെ നമ്മുടെ നിഴലുകൾ തന്നെ നമുക്കുണ്ടാവില്ലേ എന്ന് പറയുന്ന അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ അവിടെ കാണുന്ന എല്ലാ ആടുകളുടെ നിഴലുകൾ, അപ്പോൾ അപ്പോൾ ഒരു മസറ ഉണ്ടെങ്കിൽ മസറയ്ക്ക് ഒരു സൈഡ് നിഴലല്ലേ എന്നൊക്കെ പറയുന്ന ഒരു പ്രാക്ടിക്കൽ സാധനമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യത്തിലും ഈ ബദുവിൻ്റെ അറബിയുടെ ഓരോ ചേഷ്ടകളിലും ഒക്കെ ഈ പറയുന്ന പോലുള്ള
അത് റിയലിസ്റ്റിക് ആയിട്ടാണ് നമ്മൾ ഈ ആൾക്കാരെ സിനിമയിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത്. അപ്പം തിരക്കഥയിലും ഒക്കെ അത്തരത്തിലാണ് അതിനുവേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പം മറ്റൊരു കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകത്തിൽ നിന്ന് കൂടുതലായി സംസാരിച്ചിട്ടുള്ള ഈ ഡെസേർട്ട് ക്രോസിംഗ് ആണ്. അപ്പോൾ എന്നെ ഏറ്റവും അധികം ഈ സിനിമ ഒരു ഇൻ്റർനാഷണൽ സിനിമയുടെ തലത്തിലേക്ക് എത്തിക്കുവാനായിട്ടുള്ള സാധ്യത തോന്നിയതും അത് തന്നെയാണ്, വളരെ വെരി ബിഗിനിങ് തന്നെ. കാരണം ഒരു പൂരക്കാഴ്ച കാണുന്ന ലാഘവത്തോടുകൂടിയാണ് തുടക്ക ദിവസങ്ങളിൽ ഇവർ ഡെസേർട്ടിൽ കൂടെ സഞ്ചരിച്ചിരുന്നത്. ഒരു ഫാൻറ്റസിയുടെ ഒരു മാജിക്കൽ റിയലിസത്തിൻ്റെ സ്വഭാവം വരുന്ന തരത്തിലാണ് ബെന്യാമിൻ പുസ്തകത്തിൽ അങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സിനിമയിൽ അതുവരെ ഒരു റിയലിസ്റ്റിക്കായിട്ട് പറഞ്ഞുകൊണ്ട് പോയിരിക്കുന്ന ഒരു കഥയിൽ ഒരു മാജിക്കൽ റിയലിസം പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നിങ്ങളത് വിശ്വസിക്കാൻ അവിശ്വസനീയമായ രീതിയിൽ അത് ഭയങ്കര ജർക്ക് ചെയ്യുന്നൊരു കാര്യം. പക്ഷേ അന്നേരം പിന്നെ എങ്ങനെയാണ് ഈ അതിലേക്ക് പോകുന്നത്? ആ ഡെസേർട്ട് ക്രോസിംഗ് ആണ് ഏറ്റവും അധികം എനിക്ക് പുസ്തകത്തിൽ നിന്നും മാറി ചെയ്യുക എന്ന്. പിന്നെ ആടുകളുമായിട്ട് നേരത്തെ ഞാൻ പറയുമ്പോൾ ഇടയ്ക്ക് എഡിറ്റ് ചെയ്യപ്പെട്ടു പോകുന്ന പോലെ തോന്നുന്നു. ഈ ആടുകളുടെ പേര് പറഞ്ഞു സംസാരിക്കുന്നു എന്ന് പറയുന്ന ഒരു സീനിനെ ഞാനൊരു സിനിമയിൽ കാണിക്കുമ്പോൾ നായക കഥ അല്ലെ വാട്ടവർ മേബി നജീബ് ആടുമായിട്ട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആൾക്കാർക്ക് ചിലപ്പം ഭയങ്കര ഒരു കൂക്കൽ വരെ വരാവുന്ന തരത്തിലേക്ക് വരാം അങ്ങനൊരു കാര്യങ്ങൾ എന്ന് വെച്ചാൽ. അതല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ട് വീണ്ടും സീനുകൾ ഉണ്ടാവണം. പക്ഷേ അതിനേക്കാൾ ഞാൻ വളരെ പുസ്തകത്തിലില്ലാത്ത തരത്തിൽ ഞാൻ എൻ്റേതായിട്ട് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു സീനാണ് ഈ ഇദ്ദേഹത്തിന് ആടുകളുടെ ഇടി കൊണ്ടിട്ട് തല കറങ്ങി നടക്കാൻ വയ്യാതെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് ആട്ടിൻകുട്ടി വന്നിട്ട് കരയുകയും ആ കരയിഞ്ഞ ആട്ടുകുട്ടി മറ്റാടുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു ആത്മീയതയുണ്ട്. ഭയങ്കര മനുഷ്യന് ഇല്ലാത്ത വലിയൊരു നന്മയുടെ ഒരു അംശമുണ്ട്. അപ്പം ഞാനങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഈ മനുഷ്യനെയും മൃഗങ്ങളെയും ഒക്കെ ഈ സ്പേസിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഈശ്വരൻ്റെ ഒരു തമ്പുരാൻ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളൊക്കെ ഓരോ കൃമികളാണെന്ന് തോന്നുന്ന ഒരു ഫിലോസഫി ഉണ്ടല്ലോ. അപ്പം ആ ആടിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കരയുന്നിടത്ത് ഈ ആടുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല? അതിനോട് സംസാരിക്കേണ്ട ആവശ്യമാണ്. ഇത് എൻ്റേതെന്ന് എന്നെ തിരിച്ചറിയുന്ന മനസ്സെന്ന് പറയുന്ന തരത്തിലേക്ക് അത് ആ രീതിയാണ് ഞാൻ അതിനെ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യങ്ങളെല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യങ്ങൾ ഉപയോഗിക്കാൻ ഞാൻ നേരത്തെ തന്നെ എഴുത്തുകാരൻ്റെ അടുത്തുനിന്ന് പെർമിഷനും വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം നീതി എന്ന് പറയുന്ന ഒരു സാധനമില്ല. ആ സിനിമയിൽ നിന്ന് ഉൾക്കൊണ്ട ഒരു അഡോപ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ എന്നും സിനിമയെന്നും കരുതിയാൽ നന്നായിരിക്കും.